വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിലും ഇടവിട്ടുള്ള കനത്ത മഴ തുടരും. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കുറയുമെന്നും വിലയിരുത്തൽ. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന് പിന്നാലെ ഗുജറാത്ത് തീരത്തും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. തീരപ്രദേശങ്ങളിൽ ജാഗ്രത വേണമെന്നും റവന്യൂ മന്ത്രി. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഗുജറാത്ത് തീരത്തായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. മൺസൂൺ മഴപ്പാത്തി സാധാരണ നിലയിൽ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കരകയറുന്നതോടെ കേരളത്തിൽ മഴ കുറയുകയും ഉത്തരേന്ത്യയിൽ മഴ കൂടുകയും ചെയ്യുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉത്തര കേരളത്തിൽ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലകളിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വയനാടിന്റെ ചില ഭാഗങ്ങളിലും ഇടവേളകളിൽ കനത്ത മഴ പെയ്യുന്നത് തന്നെയാണ് വിലയിരുത്തൽ. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ പെയ്യുമെങ്കിലും തീവ്രമാകാൻ സാധ്യതയില്ല. അതേസമയം രണ്ട് ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ആശങ്കയാണെന്നും തീരപ്രദേശങ്ങളിൽ നല്ല ജാഗ്രത വേണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. നല്ല ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ്. 12 മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാനുള്ള സാധ്യതയും 24 മണിക്കൂറിനുള്ളിൽ ഒഡീഷ തീരത്ത് കരയിലേക്ക് അത് പ്രവേശിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ തീരപ്രദേശങ്ങൾ നല്ല ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് നിലവിൽ പുതിയ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടും എറണാകുളം മുതൽ മലപ്പുറം വരെ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. ജനം, തിരുവനന്തപുരം.